നമസ്തേ, എൻ്റെ പേര് ഡോക്ടർ ജോൺ കെ ജേക്കബ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനിരിക്കുന്ന കാര്യം ജീവിതശൈലി രോഗങ്ങളായ ക്യാൻസർ, പ്രമേഹം, കരൾ രോഗങ്ങൾ, മറ്റ് കിഡ്നി പ്രോബ്ലം ഇവയെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിരിക്കുക. അതിൽ ഇതെന്തുകൊണ്ട് ഈ രോഗങ്ങൾ ഇന്ന് സമൂഹത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് രോഗങ്ങളുടെയൊക്കെ രാജാവെന്ന് നമുക്ക് വേണമെങ്കിൽ ഡയബറ്റിക്കിനെ വിളിക്കാം. കാരണം ഡയബറ്റിക്ക് ഉണ്ടായതിനെ തുടർന്നാണ് മറ്റ് പല വിവിധ രോഗങ്ങളും നമ്മളെ പിടികൂടുന്നത്. അപ്പോൾ അതിനുള്ള ഒരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക. ഒന്ന്, നമ്മൾ ഇന്നൊരു കേരളത്തിലൊരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. പുറത്തുനിന്നെല്ലാം വാങ്ങിച്ച് കഴിക്കുക. നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളല്ല, ഹോട്ടലുകളിൽ കൂടിയും പച്ചക്കറികളാണെങ്കിലും എല്ലാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കും. അപ്പോൾ ഇതിനകത്ത് കലർന്നിട്ടുള്ള വിഷാംശങ്ങൾ നമ്മളെ എങ്ങനെ ബാധിക്കുന്നു, അതിന് സ്വാഭാവികമായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ ഈ രോഗത്തിൽ നമുക്ക് കൂടുതൽ ചെയ്യാനായിട്ട് പ്രധാനമായിട്ട് സംഗതി വിഷാംശവും മായവും കലരാത്ത ഭക്ഷണങ്ങൾ കഴിക്കുക. അപ്പോൾ ഈ വിഷാംശം എന്ന് പറയുമ്പോഴേ നമ്മുടെ ഈ ചെടികളിലെല്ലാം മുളക്, മല്ലി, മഞ്ഞൾ, ഇതിനകത്തെല്ലാം നമ്മൾ മണ്ണിൽ കൂടി പുറത്തുകൂടെ തളിച്ച് വിഷാംശങ്ങൾ ചെലുത്തുന്നുണ്ട്. അപ്പോൾ ഈ അടിഞ്ഞുകൂടുന്നത് നമ്മളിത് കഴുകാതെയും ഒക്കെ റായായിട്ട് നല്ല അതേ രീതിയിലൊക്കെ പൊടിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ വിഷാംശം നമ്മൾക്ക് ഉള്ളിച്ചെല്ലും. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ബിസ്ക്കറ്റുകൾ, മറ്റുള്ളതിനകത്ത് ചേർക്കുന്ന പ്രിസർവേറ്റീവുകൾ, ആർട്ടിഫിഷ്യൽ കളറേഴ്സ്, ഇതെല്ലാം നമ്മുടെ ശരീരത്തെ രോഗമായിട്ട് പിന്നോട് കണക്കാക്കും. അതുപോലെ തന്നെ ട്രാൻസ്ഫാറ്റുകൾ, കൊഴുപ്പുകൾ നമ്മുടെ ശരീരത്തെ അഴിഞ്ഞുകൂടി പ്രശ്നങ്ങളുണ്ടാകും. പ്രധാനമായിട്ട് ഞാൻ വിഷാംശത്തെക്കുറിച്ച് സംസാരിക്കാം. വിഷമെന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ ശരീരവും ഉദ്ദേശം ഏതാണ്ട് ഒരു 40 ട്രില്യൺ കോശങ്ങൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. അത് 37 ഒരു ചെറിയ റേഞ്ച് വ്യത്യാസം വരും. ആളുടെ ശരീരത്തിൻ്റെ വലിപ്പത്തിൻ്റെ അനുസരിച്ചോ അല്ലെങ്കിൽ കോശങ്ങളുടെ വലിപ്പ വ്യത്യാസം അനുസരിച്ചോ ചെറിയ വേരിയേഷൻസ് വരും. എങ്കിലും ആവറേജ് ഒരു 37-40 ട്രില്യൺ കോശങ്ങളെ കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കോശങ്ങൾ ഒരു ട്രില്യൺ എന്ന് പറയുന്ന ഏതാണ്ട് 1,00,000 കോടിയാണ്. അപ്പോൾ 40 ട്രില്യൺ ആലോചിച്ച് നോക്കും. എന്നാൽ നമ്മുടെ ശരീരത്ത് നമ്മൾ അറിയാതെ തന്നെ ഇതിൻ്റെ 3 ഇരട്ടി ബാക്ടീരിയകളും ഫംഗസും വൈറസും നമ്മുടെ ശരീരത്തുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതാണ്ട് 3 ഇരട്ടി എന്ന് പറയുമ്പോൾ ഒരു 120 ട്രില്യൺ ബാക്ടീരിയകളും ഫംഗസും വൈറസും നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആരാണ്? നമ്മുടെ ഈ കാണുന്ന കോശങ്ങൾ മാത്രമല്ല, ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന ഒരു പൊതു സ്വത്താണ് നമ്മുടെ ശരീരം. അപ്പോൾ ഈ ബാക്ടീരിയയും ഫംഗസിനെയും വൈറസിനെയും മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശക്തി തരുന്നു. അതുപോലെ തന്നെ നമുക്ക് സന്തോഷവും സമാധാനവും തരുന്ന ഹോർമോണുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ സങ്കടങ്ങളും ഡിപ്രഷനും ഒക്കെ ഉണ്ടാക്കുന്ന ബാക്ടീരിയകൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ബാക്ടീരിയകൾക്ക് നമ്മുടെ ശരീരത്തിന് മർമ്മപ്രധാനമായ ചില സംഭാവനകൾ നൽകുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഒഴിച്ചു മാറ്റിക്കൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ കൂട്ടായ്മയിൽ നമ്മൾ കഴിക്കുന്ന വിഷാംശം നമ്മുടെ കോശങ്ങളെ മാത്രമല്ല, നമ്മുടെ ബാക്ടീരിയകളെയും ഫംഗസിനെയും വൈറസിനെയും ബാധിക്കുന്നു. ഈ കോശങ്ങൾ ഒരു 40-45 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന കോശങ്ങളുടെ വർധനവയും രോഗപ്രതിരോധ ശക്തിയൊക്കെ കുറയുന്നു. നമ്മൾ കഴിക്കുന്ന വിഷാംശങ്ങൾ അടിഞ്ഞുകൂടുന്നത് പൂർണ്ണമായും പുറന്തള്ളാൻ പറ്റാത്ത അവസ്ഥകൾ വരുന്നു. കാലക്രമേണ ഒരു 60 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് മിക്കവാറും എല്ലാവർക്കും എന്തെങ്കിലും രോഗങ്ങളിലേക്ക് മാറും. അപ്പോൾ ഇത് സമൂഹത്തിൽ ഏൽപ്പിക്കുന്ന ആഘാതം ചില്ലറയല്ല. നമുക്ക് ഉണ്ടാക്കുന്ന കാശുകളിൽ ഭൂരിഭാഗം പൈസയും നമ്മൾ ആശുപത്രികളിൽ ചിലവാക്കേണ്ടി വരിക, ചില വാഹനങ്ങളിലൊക്കെ വീടുകൾ വിറ്റിട്ട് വരെ ചികിത്സിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരിക. ഇതിനൊക്കെയും നമുക്കൊരു പരിഹാര മാർഗ്ഗമെന്ന രീതിയിൽ നമ്മുടെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കി തീർക്കുക. അതെന്താണ്? നമ്മൾ വിഷാംശമില്ലാത്ത ആഹാരം കഴിക്കാനായിട്ട് ശ്രമിക്കുക. വിഷാംശമില്ലാത്ത ആഹാരം നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കിയാലേ പറ്റത്തുള്ളൂ. നമ്മളൊക്കെ വാങ്ങിക്കുന്ന ഭൂരിഭാഗം പച്ചക്കറിയിലാണെങ്കിലും മറ്റുള്ളതിലാണെങ്കിലും വിഷാംശം ഉണ്ട്. അപ്പോൾ അതിൽ പച്ചക്കറികളിലെ വിഷാംശമാണെങ്കിൽ ബേക്കിംഗ് സോഡ കൊണ്ട് കഴിയാൽ ഒരു 85-90% വിഷാംശങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മുളകിനകത്താണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വിഷമടിക്കുന്ന 2 സാധനങ്ങളാണ് മുളക്, ഏലക്കായും. അപ്പോൾ ഈ മുളകിന് എല്ലാ വർഷവും, എല്ലാ മാസവും, എല്ലാ ആഴ്ചയിലും മുളക് തോട്ടങ്ങളിൽ വിഷമടിക്കുന്നുണ്ട് പുഴു കയറിപ്പോകാതിരിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് മുളക് നിർബന്ധമായിട്ട് നമ്മൾ വിനാഗിരിയിൽ കഴുകി ഉപയോഗിക്കണം. അതുപോലെ തന്നെ മല്ലിയാണെങ്കിലും ഒക്കെ കഴുകി അതിനകത്ത് അഴുക്ക് കളഞ്ഞിട്ട് ഉപയോഗിക്കുക. മഞ്ഞളാണെങ്കിലും അത് പ്രിസർവ് ചെയ്യാൻ വേണ്ടി ചില പ്രിസർവേറ്റീവുകൾ ചിലപ്പം അവർ ചേർത്തിരിക്കാം. അപ്പോൾ ഈ പ്രിസർവേറ്റീവുകൾ കഴിക്കാൻ വേണ്ടി അത് കഴുകി നമ്മൾ പൊടിച്ച് ഉപയോഗിക്കുക. പച്ചക്കറികളാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ബേക്കിംഗ് സോഡയിൽ കഴുകി ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ
പച്ചക്കറികൾ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ ഇങ്ങനെ വിഷരഹിതമായ ഒരു ഭക്ഷണക്രമത്തിലേക്ക് മാറ്റുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ പുറത്തു എണ്ണയാണ് ഏറ്റവും വലിയ രണ്ടാമതൊരു പ്രശ്നക്കാരൻ. നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ഉത്തമമായ എണ്ണ ആണ് ഒലീവ് ഓയിലും വെളിച്ചെണ്ണയും. ഒലീവ് ഓയിൽ എന്ന് പറയുന്നത് കുറച്ചുകൂടെ വില കൂടിയതാണ്, നമുക്ക് പ്രായോഗികമായിട്ട് എല്ലാ ഭവനങ്ങളും ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷേ ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് ഉപയോഗിക്കുന്ന അത്രയും നമ്മുടെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ സഹായിക്കും. കാരണം വെളിച്ചെണ്ണയിൽ ലോറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. ഈ ലോറിക് ആസിഡ് നമുക്ക് രോഗപ്രതിരോധ ശക്തി, ആൻറ്റി വൈറലാണ്, തരാനായിട്ട് സഹായിക്കും. രണ്ടാമത് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഒരു മീഡിയം ചെയിൻ ഫാറ്റി ആസിഡാണ്. ഇത് നമുക്ക് ശരീരത്തിൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും, നമുക്ക് ശരീരത്തിന് എനർജി തരുന്ന ഒരു സംഗതിയാണ്. അത് ഇപ്പം തന്നെ നമുക്ക് വെളിച്ചെണ്ണ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പറയുന്നത്, നിങ്ങൾ രാവിലെ പ്രത്യേകിച്ച് ഇച്ചിരി പ്രായമുള്ളവരാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരു 2-3 സ്പൂൺ അല്ല 1/4 ടീസ്പൂൺ മഞ്ഞളും 2-3 സ്പൂൺ വെളിച്ചെണ്ണയും ഒരല്പം കുരുമുളകും ചേർത്ത് രാവിലെ കഴിക്കുന്നത് രോഗപ്രതിരോധ ശക്തി തരുന്നതിന് മാത്രമല്ല, നമുക്ക് ശരീരത്തുണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിനെ റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പം നമ്മുടെ ശരീരം ആരോഗ്യപരമായ നിലയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒന്ന് വിഷരഹിതമായ ഭക്ഷണം ശീലിക്കുക. രണ്ടാമത് നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ഫ്രീ റാഡിക്കളെ നിർവീര്യമാക്കാൻ വേണ്ടി ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ കഴിക്കുക. ഇലക്കറികൾ, പച്ചക്കറികളൊക്കെ വിഷരഹിതമായത് കഴിക്കുക. അതുപോലെ തന്നെ മഞ്ഞൾ, കറുവാപ്പട്ട, ഗ്രാമ്പു, ഇതിനൊക്കെ എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ ആഹാരത്തിനകത്ത്, അതുകൊണ്ടാണ് നമ്മുടെ മസാലകൾ ചേർക്കുന്നത് വളരെ വ്യത്യസ്തമായൊരു സംഗതിയാണ് നമ്മുടെ ആഹാരത്തിൽ ചേർക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ശരീരത്തെ കുറച്ചുകൂടെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റും. മൂന്നാമത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, രോഗ അവസ്ഥയിലൊക്കെ മാറുന്നതിന് ഏറ്റവും സംഗതി നമ്മുടെ മനസ്സ് പരമാവധി സംശുദ്ധമായിട്ട് നമ്മൾ സൂക്ഷിക്കുക. വിരോധവും ദേഷ്യവും പകയും അസൂയയും ഒക്കെ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. പക്ഷേ നമ്മുടെ മനസ്സിൽ അത് നിലനിർത്തിക്കഴിഞ്ഞാൽ അത് വളരുകയും നമ്മുടെ ശരീരത്തിൽ മോശം ബാക്ടീരിയകൾ വളരാനായിട്ട് സഹായിക്കുകയും രോഗത്തിലേക്ക് നയിക്കുകയും ചെയ്യും.